തെളിവില്ലാത്തതിനെ തള്ളിക്കളഞ്ഞെന്നല്ല പറഞ്ഞത്, കൃത്യമായി പറഞ്ഞത് തെളിവ് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയാതെ അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഈ പെറ്റീഷനിൽ നിന്നും ഈ മെറ്റീരിയൽസിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പീൽ നൽകുന്നുണ്ടോ? ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല. നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും. മാത്യു കുഴൽനാടന്റെ വാക്കുകളാണ്. ഒരു ക്ലാസിക് ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ. എന്തിനാണ് ഇത്രയൊക്കെ വിശദീകരിക്കുന്നത്? തെളിവില്ല എന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ മാത്യു കുഴൽനാടൻ പറയുകയാണ്, അങ്ങനെയല്ല. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഞാൻ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, രേഖകൾ കൊടുത്തിട്ടുണ്ട്. അത് സംശയാസ്പദമാണ്, സംശയം ജനിപ്പിക്കുന്നതാണ്, സംശയത്തിൻ്റെ പരിസരത്ത് നിൽക്കുന്നതാണ്. അത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ല, അത്രയേ ഉള്ളൂ എന്ന്. അതുതന്നെയാണ് മലയാളത്തിൽ പറയുന്നത് തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന്. അതുതന്നെയാണ് കോടതി പറഞ്ഞത് തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല എന്ന്. അതുകൊണ്ട് ഈ കേസ് തള്ളുന്നു എന്ന് പച്ച മലയാളത്തിലാണ് കോടതി പറഞ്ഞത്. അതിനെ വളഞ്ഞിട്ട് ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് മാത്യു കുഴൽനാടൻ. അതിനുശേഷം ഒരു പ്രസംഗമുണ്ട്, അഴിമതിക്കെതിരെ പോരാട്ടം തുടരും, ഒരിക്കലും പിന്മാറില്ല. മുഖ്യമന്ത്രിക്കെതിരെയാണ് എൻ്റെ പോരാട്ടം എന്ന് എനിക്കറിയാം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും എനിക്കറിയാം. മുഖ്യമന്ത്രിക്കെതിരെയല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എതിരെയാണ് എങ്കിൽ പോലും കൃത്യമായ തെളിവ് നൽകി കോടതിയിൽ ഹാജരായി വാദിച്ചാൽ ജയിക്കാൻ കഴിയുകയുള്ളൂ. അതിന് എന്തു വേണം? തെളിവ് വേണം. പറയുന്നതിനെ സാധൂകരിക്കുന്ന തെളിവാണ് കോടതിയിൽ വേണ്ടത്. തെരുവിൽ പ്രസംഗിക്കാൻ എന്തും വിളിച്ചു പറയാം, അതല്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് പ്രിവിലേജ് ഉണ്ട് എന്തും പറയാം, നിയമസഭയ്ക്ക് പുറത്തും എന്തും പറയാം. പക്ഷേ കോടതിക്കകത്ത് പറയുമ്പോൾ തെളിവ് വേണം. അതുതന്നെയാണ് വിജിലൻസ് കോടതി പറഞ്ഞത്. തെളിവ് എവിടെ? ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കൃത്യമായും പറഞ്ഞു വിജിലൻസ് കോടതി. ഒരു കാര്യം കൂടി പറഞ്ഞു, എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ മാത്രം കേസ് തന്നത്? ആ ലിസ്റ്റിനകത്ത് വേറെയും പേരുകളുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി മകൾക്കും എതിരെ മാത്രം എന്തുകൊണ്ട് ഹർജി നൽകി എന്ന ചോദ്യം ചോദിച്ചു വിജിലൻസ് കോടതി ജഡ്ജി. എന്നിട്ട് പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന്. അത് തന്നെയാണ് ഹൈക്കോടതിയും പറഞ്ഞത്. എവിടെ തെളിവ് എന്ന് ചോദിച്ചു. വെറുതെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. MLA ആണ്. ആരാണ് ഹർജിക്കാരൻ? അഡ്വക്കറ്റാണ്. ചെറിയ അഡ്വക്കറ്റ് ഒന്നല്ല, ചെറിയ അഭിഭാഷകനല്ല, സുപ്രീം കോടതി അഭിഭാഷകനാണ് എന്നാണ് മാത്യു കുഴൽനാടൻ തന്നെ നേരത്തെ പറഞ്ഞത്. അത്രമാത്രം പ്രഗത്ഭനായ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ കൃത്യമായ തെളിവ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിക്കുമ്പോൾ ബബ്ബ അടിക്കുകയും ചെയ്യുന്നു. അത് ഒന്നുകൂടി കേൾക്കാം. തെളിവില്ലാത്തതിനെ തള്ളിക്കളഞ്ഞെന്നല്ല പറഞ്ഞത്, കൃത്യമായി പറഞ്ഞത് തെളിവ് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയാതെ അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഈ പെറ്റീഷനിൽ നിന്നും ഈ മെറ്റീരിയൽസിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പീൽ നൽകുന്നുണ്ടോ? ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല. നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും. ഇത് UDFന് തിരിച്ചടിയല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകൻ. തിരിച്ചടിയൊന്നുമല്ല, അത്തരമൊരു തിരിച്ചടിയൊന്നുമില്ല, ഞാൻ ഇനിയും മേൽക്കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞ് താങ്ക് യു പറഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത് മാത്യു കുഴൽനാടൻ. ഇതേ ചോദ്യം തന്നെ, ഇത് UDFന് തിരിച്ചടിയല്ലേ എന്ന ചോദ്യം ചോദിച്ചു പ്രതിപക്ഷ നേതാവ് VD സതീശനോടും. അദ്ദേഹം പറഞ്ഞത് കേസ് നൽകിയ ആളുണ്ട്, അത് മാത്യു കുഴൽനാടനാണ്, അദ്ദേഹം നോക്കിക്കോളും, അദ്ദേഹം മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അദ്ദേഹം നോക്കിക്കൊള്ളും എന്ന്. നേരത്തെ വിജിലൻസ് കോടതി മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയിരുന്നു. അതിനുശേഷം മേൽക്കോടതിയിൽ പോകുന്നില്ല എന്നൊക്കെ തീരുമാനമെടുത്തതാണ്. കാരണം കാര്യമില്ല എന്നറിയാം, എല്ലാവരും അത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ UDF നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻകൈയെടുത്താണ് ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ചത്. അതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിന് ആരെ വെട്ടണം? രമേശ് ചെന്നിത്തലയെ വെട്ടണം. രമേശ് ചെന്നിത്തലയുടെ പേര് ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, അതായത് നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്.
ശശിധരൻ കർത്തയിൽ നിന്ന് പണം വാങ്ങിയവരുടെ പട്ടികയിൽ രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്. രമേശ് ചെന്നിത്തല സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ, അതിന്റെ കണക്കുകൾ KPCC ഓഫീസിലുണ്ടാവും എന്ന്. അദ്ദേഹത്തിന് മുസ്ലിം ലീഗിനെ ചൊൽപ്പടിയിൽ നിർത്തണം. ആർക്ക്? പ്രതിപക്ഷ നേതാവ് VD സതീശന്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയെക്കെതിരെയും കേസുമായി മുന്നോട്ട് പോകണം. അങ്ങനെ വിധി വന്നാൽ, അന്വേഷണം വന്നാൽ അത് വെച്ച് കുഞ്ഞാലിക്കുട്ടിയെയും ഒതുക്കാം. കാരണം മുസ്ലിം ലീഗ് ഇപ്പോൾ VD സതീശനോടൊപ്പമല്ല, മുസ്ലിം ലീഗിന്റെ മനസ്സ് രമേശ് ചെന്നിത്തലയോടൊപ്പമാണ്. രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വേറൊരാൾ. VD സതീശനെ ഉൾക്കൊള്ളാൻ ഇതുവരെ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് ഒതുക്കിയാൽ മുസ്ലിം ലീഗിനെ കൈപ്പിടിയിൽ ഒതുക്കാം എന്ന് എങ്ങാനും VD സതീശൻ ചിന്തിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് കേസുമായി മുന്നോട്ട് പോകും എന്നൊക്കെ ഇപ്പോൾ VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേസില്ലാത്തത് കൊണ്ടാണ് കേസ് തള്ളിയത് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അത് സമ്മതിക്കാൻ മാത്യു കുഴൽനാടൻ തയ്യാറല്ല. അദ്ദേഹം ഇപ്പോഴും കണ്ണടച്ച് ഇരിക്കുകയാണ്. താൻ കണ്ണടയ്ക്കുമ്പോൾ ലോകം മുഴുവൻ ഇരുട്ടിലായിരിക്കും എന്ന് വിശ്വസിച്ച് അങ്ങനെ ഇരിക്കുകയാണ് മാത്യു കുഴൽനാടൻ ചെയ്യുന്നത്. അദ്ദേഹം അങ്ങനെ ഇരിക്കുക തന്നെ ചെയ്യും. അതേ അദ്ദേഹത്തിന് മുന്നിൽ വഴിയുമുള്ളൂ.